പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളെ ഞാൻ വാഴ്ത്തുന്നു. ഒക്ലഹോമ എന്ന സ്റ്റേറ്റിലെ സൽസായിൽ ഓറൽ റോബോട്ട് യൂണിവേഴ്സിറ്റി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? ആ യൂണിവേഴ്സിറ്റിയുടെ എൻട്രൻസിൽ ഈ ശില്പം വെച്ചിട്ടുണ്ട്, പ്രേയിങ് ഹാൻഡ്. ഇതിൽ എഡ്യൂക്കേറ്റിംഗ് ദ വേൾഡ് മാൻ എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ വരുന്ന സ്റ്റുഡൻസിനെ ഒരു പരിപൂർണ മനുഷ്യനായി രൂപപ്പെടുത്തുക. ഹൃദയത്തിലും ആത്മാവിലും ശരീരത്തിലും ഒരു പരിപൂർണ മനുഷ്യനായി രൂപപ്പെടുത്തുക. അതിന്റെ അടിസ്ഥാനമായി ഒരു വചനം തന്നിരിക്കുന്നു. ആ വചനത്തിലൂടെയാണ് ദൈവം നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അതും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ലൂക്കോസ് 2-ാം അധ്യായം 52-ാം വാക്യം. യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്ന് വന്നു. യേശുക്രിസ്തു ഈ ലോകത്തിൽ മനുഷ്യനായി വന്നപ്പോൾ ഒരു പരിപൂർണ മനുഷ്യനായി മുതിർന്നു വന്നു എന്ന് വചനം പറയുന്നു. അതിനെന്തെല്ലാം വേണം? ജ്ഞാനം വേണം, വളർച്ച, ശരീര വളർച്ച, നല്ല ആരോഗ്യമുള്ള ശരീരം വേണം, നല്ല ജ്ഞാനം വേണം, ദൈവത്തിന്റെ കൃപ, അതാണ് ഏറ്റവും പ്രധാനം. ഇന്ന് പലരും ദൈവത്തിന്റെ കൃപ അന്വേഷിക്കുന്നതേയില്ല. നല്ല ജ്ഞാനവും അറിവും പഠിപ്പും അന്വേഷിക്കും. അതുമാത്രമല്ല, ശരീരത്തിന്റെ വളർച്ച, നന്നായി ഭക്ഷണം കഴിക്കണം, ആരോഗ്യമായിരിക്കണം എന്ന് അന്വേഷിക്കും. ദൈവത്തിന്റെ കൃപയാണ് ഏറ്റവും പ്രധാനം. ഒരു മനുഷ്യന് എന്തൊക്കെ ഉണ്ടായിരുന്നാലും ദൈവത്തിന്റെ കൃപ ഇല്ലാതിരുന്നാൽ ഒരു പരിപൂർണ അനുഗ്രഹം കാണാൻ സാധിക്കില്ല. അപ്പോൾ ദൈവത്തിന്റെ കൃപ എനിക്കും വേണം, നിങ്ങൾക്കും വേണം. താഴ്മയുള്ളവരോട് ദൈവം കൃപ കാണിക്കും. എപ്പോഴും മനസ്സിൽ താഴ്മയുള്ളവരായിരിക്കണം. ദൈവം കൃപ നൽകി അനുഗ്രഹിക്കും. അതുമാത്രമല്ല, മനുഷ്യരുടെ ദയയും നമുക്ക് ആവശ്യമാണ്. യേശു ക്രിസ്തുവും പിന്നെ ദൈവം മനുഷ്യനായി വന്നപ്പോഴും യേശുവിന്റെ സ്നേഹവും യേശുവിന്റെ താഴ്മയും എല്ലാവരോടും കാണിച്ച ദയയും, അതുകൊണ്ട് മാനുഷിക ദയ. മനുഷ്യന്മാർ യേശുവിനെ വളരെയധികം സ്നേഹിച്ചിരുന്നു. യേശു ബാലനായി വളർന്നു വന്നപ്പോൾ മനുഷ്യർ കാണിച്ച സ്നേഹവും സംരക്ഷണവും യേശുവിന് അറിയുവാൻ സാധിച്ചു. മനുഷ്യരുടെ നന്മ നമുക്ക് ആവശ്യമാണ്. ദൈവത്തിന്റെ കൃപ നമുക്ക് എന്തുമാത്രം പ്രധാനപ്പെട്ടതാണോ അതുപോലെ നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരുടെ ദയ എന്നത് ആവശ്യമായി കാണുന്നു. നമ്മുടെ ജീവിതത്തിലും മാനുഷിക ദയയിലും നമ്മൾ വളർച്ച പ്രാപിക്കേണ്ടതാണ്. നിങ്ങൾക്കങ്ങനെയല്ലേ? അയൽക്കാർ വഴക്കിടുന്നുണ്ടോ? ചീത്ത വിളിക്കുന്നുണ്ടോ? നിങ്ങളെ തരം താഴ്ത്തി കാണുന്നുണ്ടോ? അസൂയയോടെ കാണുന്നുണ്ടോ? അങ്ങനെ ഉണ്ടാകാതിരിക്കില്ല. അതേ സമയത്ത് നിങ്ങളുടെ മേൽ ദയ കാണിക്കുന്ന മനുഷ്യരും ഉണ്ടായിരിക്കും, അല്ലേ? നിങ്ങളുടെ സ്നേഹം കാണിക്കും, വാത്സല്യത്തോടെ സുഖവിവരം അന്വേഷിക്കും, കുടുംബത്തെപ്പറ്റി അന്വേഷിക്കും. അങ്ങനെയുള്ള നല്ല മനുഷ്യരും ഉണ്ടായിരിക്കുമല്ലേ? നിങ്ങൾ നല്ല ഹൃദയത്തോടു കൂടി നടക്കുകയാണെങ്കിൽ മനുഷ്യർ നിങ്ങളോട് ഒത്തുചേർന്ന് നിങ്ങളോട് കൂടെ തന്നെ നിൽക്കുന്നതാണ്. നിങ്ങളുടെ സുഖദുഃഖങ്ങളിൽ അവർ നിങ്ങൾക്ക് തുണയായിരിക്കും. നിങ്ങളുടെ ഹൃദയം ശരിയല്ല എങ്കിൽ ആരും നിങ്ങളോട് യോജിച്ചു പോവുകയില്ല. അതുകൊണ്ട് ദൈവമേ, എനിക്കൊരു നല്ല ഹൃദയം തരയണമേ. അങ്ങ് ഈ ലോകത്തിൽ എങ്ങനെയാണ് ജീവിച്ചത്? ദൈവകൃപയോടും മനുഷ്യരുടെ ദയയോടും വളർന്ന് വലുതായത്, അതേപോലെ ഞാനും എന്റെ മക്കളും അങ്ങയെപ്പോലെ ഞങ്ങൾ ജീവിച്ച് ദൈവത്തിന്റെ കൃപയും വേണം, മനുഷ്യരുടെ ദയയും വേണം. അങ്ങനെ വഴി നടത്തണമേ എന്ന് ചോദിക്കൂ. നിങ്ങൾക്ക് ചുറ്റുമുള്ള മനുഷ്യരുടെ സ്വഭാവങ്ങൾ മാറും. അവർ നിങ്ങളെ സത്യമായും സ്നേഹിച്ച് സഹായിക്കുന്നവരായി മാറുന്നതാണ്. യഹോവ അങ്ങനെയുള്ളൊരു മാറ്റം നിങ്ങൾക്കുണ്ടാക്കിത്തരും. ഇന്ന് വിരോധികളായവർ നാളെ നിങ്ങളുടെ സുഹൃത്തുക്കളാകും. ഇന്ന് വഴക്കിടുന്നവർ നാളെ നിങ്ങളെ പുകഴ്ത്തുന്നവരായി മാറും. അതുകൊണ്ട് പരിതസ്ഥിതികൾ കണ്ട് ഭയപ്പെടരുത്. ദൈവത്തിന്റെ കൃപ സമ്പാദിക്കാനായി നിങ്ങളെ താഴ്ത്തണം. ദൈവമേ, ദൈവത്തിന്റെ കൃപയിലും മനുഷ്യരുടെ ദയയിലും അങ്ങ് വളർന്നതുപോലെ, ജ്ഞാനത്തിലും നല്ല ശരീരാരോഗ്യത്തിലും വളർച്ചയുണ്ടായതുപോലെ എനിക്കും എന്റെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ആ അനുഗ്രഹം വേണം. ഞങ്ങളുടെ മക്കൾക്ക് ആ അനുഗ്രഹം വേണം. എനിക്ക് ആ അനുഗ്രഹത്തെ അരുളി ചെയ്ത് വഴി നടത്തേണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ.